नमस्ते वासुदेवाय नमः संकर्षणाय च प्रद्युम्नाय अनिरुद्धाय सात्वतां पतये नमः। नमस्ते वासुदेवाय नमः संकर्षणाय च प्रद्युम्नाय अनिरुद्धाय सात्वतां पतये नमः। नमो बुद्धाय शुद्धाय दैत्यदानवमोहिने क्षत्राय क्षत्रहन्त्रे नमस्ते कल्किरूपिणे भगवन् जीवनोऽयं मोहितस्तममायया अहं ममेत्यसद्व्याहो प्राम्यते कम्मवर्मसु। सर्वत्र गोविन्दनामसङ्कीर्तनं ഗോവിന്ദ ഗോവിന്ദ. അനേകം മഹാത്മാക്കളുടെ കഥകളാണ് ഈ ഭാഗവതത്തിലുള്ളത്. അതേപോലെ ഭഗവാന്റെ കഥകൾ. അപ്പോൾ ഭാഗവതത്തിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പറയാം. ഭഗവാന്റെ ലീലകളുണ്ട്, അനേകം മഹാത്മാക്കളുടെ കഥകളുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഭഗവത പുരാണം എന്ന് പറയാം. മറന്നുപോയില്ലല്ലോ, മറന്നുപോകും, മറക്കരുത്. എന്താണ് ഒന്നുകൂടി പറയാം. എന്താണ് ഭാഗവതത്തിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ വാക്കിൽ നമുക്ക് മറുപടി പറയാൻ കഴിയണം. കാരണം ചിലപ്പോൾ നമുക്ക് അധികം സമയം തോന്നാറുണ്ട്. അപ്പോൾ സമയം വളരെ പരിമിതമാണെങ്കിൽ ഭാഗവതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്ത് പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ കുറേ ദിവസം ഭാഗവതമൊക്കെ കേട്ടു, 7 ദിവസം കേട്ടു, എന്താണ് അതിലുള്ളത് എന്ന് ചോദിച്ചാൽ ചുരുങ്ങിയ വാക്കിൽ പറയണം. എന്ത്? ഭഗവാന്റെ ലീലകൾ ഉണ്ട്, ഭഗവാന്റെ ലീലകൾ ഉണ്ട്. ഇത് പറഞ്ഞാൽ അനേകം മഹാത്മാക്കളുടെ കഥകൾ ഉണ്ട്. ഇതാണ് ഭാഗവതം. അന്നോ ഉറപ്പാണ് നടക്കുന്നത്. 4 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ എന്തായിരുന്നു തിരുമേനി, എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് എനിക്ക് പോകട്ടല്ല, അങ്ങനെയല്ലേ പറയാറില്ലേ? ആ വിളക്ക് മറിഞ്ഞിരിക്കലോ നമ്മുടെ മുമ്പിൽ വന്നിരുന്നോ? അപ്പോൾ മറഞ്ഞിട്ടിരിക്കാൻ പാടില്ല. എന്നെ നിങ്ങൾ കാണാത്ത രീതിയിൽ ചെയ്യാൻ പാടില്ല, മറഞ്ഞിരിക്കരുത് എന്ന് പറയും. അപ്പോൾ മറയാതിരുന്നോ, എവിടെ ആരും മറിഞ്ഞിരിക്കാൻ പാടില്ല. അതുപോലെ ഈ നേരെ ഒരാളൊന്ന് മറിഞ്ഞിരിക്കും, ഈ തൂണ് മറയാണ്ടിരിക്കും. അപ്പോൾ മറയാതിരിക്കാം. എന്നെ നിങ്ങളൊന്നാണ്, നിങ്ങൾ എന്നെയും കാണും. അങ്ങനെയാണ് നമ്മൾ അതുപോലെ ചെയ്യുക. അതിൽ വാഴാനുള്ള വശങ്ങൾ എന്നെ നേരെ ഇരിക്കുന്നവരൊന്നും എന്നെ കാണില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരെന്നെ കാണാതിരിക്കരുത്, ഞാൻ നിങ്ങളെയും കാണാതെ ഇരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ പരസ്പരം കാണാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയണം എന്ത്? ഭഗവാന്റെ ലീലകൾ ഉണ്ട്. എന്താണ് ഭാഗവതത്തിലുള്ള ചോദിച്ചാൽ ഭഗവാന്റെ ലീലകൾ ഉണ്ട്. പിന്നെ അനേകം മഹാത്മാക്കളുടെ കഥകൾ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഭാഗവതം. അതിൽ ഒരു മഹാത്മാവിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. ആ മഹാത്മാവ് ഭഗവാനെ കണ്ടപ്പോൾ വീണ് നമസ്കരിച്ചു. എന്തെല്ലാമാണ് ഭഗവാനോട് പറഞ്ഞത്? നമസ്തേ വാസുദേവായ, വാസുദേവനായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. പിന്നെ പറഞ്ഞു നമസംഘർഷണായ ച, സംഘർഷണമൂർത്തിയായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. പ്രദ്യുമ്നായ നമ, പ്രദ്യുമ്നായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അനിരുദ്ധായ നമ, അനിരുദ്ധനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ഇത് ഭാഗവതത്തിൽ കാണുന്ന ഒരു മഹത്തായ ഒരു സങ്കല്പമാണ്. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. 4 മൂർത്തികളുടെ പേരാണ് ചതുർവ്യൂഹം എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു ചതുർവ്യൂഹ കൽപ്പന നമുക്ക് ഭാഗവതത്തിൽ കാണാം. അതുപോലെ ചില സാത്വത ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ ചതുർവ്യൂഹ കൽപ്പന കാണുന്നത്. ചതുർവ്യൂഹ ആരാധന എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ചതുർവ്യൂഹ മൂർത്തി അവസ്ഥയെ കൽക്കി രൂപിനെ. ഇനി കുറേ കാലം കഴിഞ്ഞാൽ ഭഗവാൻ കൽക്കി എന്നുള്ള പേരിൽ അവതരിക്കും. അന്ന് ഭഗവാൻ ചെയ്യുന്നത് മ്ലേച്ഛപ്രായന്മാരായിരിക്കുന്ന അനേകം ഭരണാധിമാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൽക്കിയായിട്ട് കുറേ കാലം കഴിഞ്ഞാൽ അവതരിക്കാൻ പോകണം. ഇങ്ങനെ ഭഗവാന്റെ അനേകം അവതാരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മഹാത്മാവ് കാളിന്തിയിൽ വെച്ച് ഭഗവാനെ നമസ്കരിച്ചത്. അപ്പോൾ അദ്ദേഹം കാളിന്തിയിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിയിട്ടാണ് ഭഗവാനെ നമസ്കരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഭഗവൻ ജീവലോകോയം മോഹിതസ്തവമായ
അഹം മമേത്യസർഗ്രാഹോ ഭ്രാമ്യതേ കർമ്മവർമ്മസു ജീവലോകഃ അയം ജീവലോകഃ തവ മായയാ മോഹിതഃ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന, ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാനിങ്ങനെ മെല്ലെ മെല്ലെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അയം ജീവലോകഃ തവ മായയാ മോഹിതഃ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരാണ്. അപ്പൊ നമ്മളതിൽ പെടാതിരിക്കും, നമ്മളും അതിൽ പെടും. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അതിൽപ്പെടും. അപ്പൊ ഈ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായവരാണ്. അഹം മമേതി അസൽഗ്രാഹ, എല്ലാ മനുഷ്യരും ഒരു കാര്യത്തെ തെറ്റായി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് തെറ്റായി സ്വീകരിച്ചത്? അഹം മമ ഇതി അസൽഗ്രാഹ. അസൽഗ്രാഹ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് ധരിക്കുന്നതിനാണെന്ന് പറയാം. ശരിയായിട്ട് ധരിക്കേണ്ടേ കാര്യങ്ങളൊക്കെ. അപ്പൊ കാര്യങ്ങൾ ശരിയായി ധരിക്കുന്നതിന് പകരം മനുഷ്യരിൽ മിക്കവാറും ആൾക്കാര് കാര്യങ്ങളെ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. തെറ്റായി ധരിക്കുന്നതിനാണല്ലോ തെറ്റിദ്ധരിക്കുക എന്ന് പറയും. അപ്പൊ എന്താ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചത്? അഹം മമ ഇതി. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ് എന്നാണ് മിക്കവാറും മനുഷ്യരുടെ വിചാരം. ശരിയാണല്ലോ അല്ലേ? അപ്പൊ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ എന്ന് പറയും. ഞാൻ കോഴിക്കോട്ട് പോയി, ഞാൻ ഇന്നതൊക്കെ പഠിച്ചു, ഞാൻ എന്നെയാണ് എന്നൊക്കെ നമുക്ക് പറയാറില്ലേ? ഈ ഞാനെന്ന് പറയുമ്പോൾ നമ്മളുടെ വിചാരം ഈ ഞാനാരാന്ന് വിചാരിക്കുന്നത്. നമ്മളുടെ വിചാരം, മനുഷ്യർ വിചാരിക്കുന്നത് ഞാനെന്ന് പറയുന്നത് ഒരു വലിയ ശരീരമാണ് എന്നാണ് മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്നത്. അത് 100% തെറ്റാണ് എന്നാണ് ഈ മഹാത്മാവ് പറയുന്നത്. ഞാൻ ശരീരമാണ് എന്നുള്ള വിചാരമാണ് ലോകത്തിൽ മിക്കവാറും മനുഷ്യർക്കുള്ളത്. മനുഷ്യരുടെ ആ വിചാരം 100% തെറ്റാണ്. കാരണം ഞാനെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ശരീരമല്ല. ശരീരത്തിൽ എന്താ ഉള്ളത്? കുറേ അവയവങ്ങളുണ്ട്, കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉണ്ടല്ലേ. വാസ്തവത്തിൽ അതല്ല ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മാവാണ്. പിന്നെ രണ്ടാമത്തെ വലിയൊരു തെറ്റിദ്ധാരണ മനുഷ്യർക്കുള്ളത് മമ എന്ന് പറയുന്നതാണ്. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നർത്ഥം. നമ്മുടെ ദുഃഖത്തിനൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ദിവസേന എത്രയോ തവണ എൻ്റെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ വീട്, എൻ്റെ പണം, എൻ്റെ TV, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടല്ലേ എൻ്റെ എന്ന് പറയാൻ. വീട്ടിൽ കുറേ സാധനങ്ങളില്ലേ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളെ പറ്റിയും നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? എൻ്റെ എൻ്റെ സ്വർണ്ണമാല എന്ന് വിചാരിക്കാറില്ലേ? നിങ്ങളുടെ സ്വർണ്ണമാല പോയാലോ 5 പവനുള്ള സ്വർണ്ണമാല കാണാണ്ടിയായി. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? പിന്നെ വായന കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ല, പിന്നെ ഇവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഇവിടെ സുബ്രഹ്മണ്യസ്വയംവരല്ല, എന്ത് വായിക്കേണ്ടത് വന്നാലും നിങ്ങൾ പറയും അതൊക്കെ പിന്നെയാവാ, എനിക്ക് എന്താ വേണ്ടത്? അമ്പലത്തിൽ വന്നപ്പോ 5 പവന്റെ സ്വർണ്ണമാല പോയി, പിന്നെ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകില്ല, ഇവിടെ ഇരിക്കുകയോ? ഇനി ഇവിടെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ എന്താ കാരണം? നിങ്ങൾ വിചാരിച്ചു ആ 5 പവന്റെ സ്വർണ്ണമാല നിങ്ങളുടേതാണെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ സ്വർണ്ണമാല പോയി എന്ന് പറഞ്ഞിട്ടാണ് ബഹളം ഉണ്ടാക്കല്ലേ. ഇങ്ങനെ എല്ലാ മനുഷ്യർക്കും എൻ്റെ എന്ന് പറയുന്ന ഒരു വിചാരമുണ്ട്. അതെന്താണ്? അഹം മമേതി അസദ്ഗ്രാഹ. അത് സദ്ഗ്രാഹമല്ല, അതെന്താണ്? തെറ്റായ ധാരണയാണ്. ഭ്രാമ്യതയെ കർമ്മവർമ്മസു. അതിങ്ങനെ അഹമെന്നും മമ എന്നും വിചാരിച്ച് ഭ്രാമ്യതയെ പറഞ്ഞെന്താ? ഇങ്ങനെ വട്ടം തിരിയുന്നു. ആൾക്കാരൊക്കെ വളരെ ശരിയാണ് ഈ പറഞ്ഞത്. ഈ ഭാഗവതത്തിലെ ശ്ലോകത്തിൽ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഭ്രാമ്യതയെ പറഞ്ഞാൽ എന്താ? ഞാനെന്നും എൻ്റേതെന്നും വിചാരിച്ച മനുഷ്യരൊക്കെ പെടക്കടന്ന് വട്ടം തിരിയണം. കർമ്മവർമ്മസു, വർമ്മ എന്ന് പറഞ്ഞാൽ മാർഗം. കർമ്മവർമ്മസു പറഞ്ഞാൽ എന്താ? കർമ്മമാർഗത്തിൽ മനുഷ്യരൊക്കെ അങ്ങനെ ഓടി വട്ടം തിരിഞ്ഞ എല്ലാവരും ഓടുകയാണല്ലേ. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? എല്ലാ മനുഷ്യരും രാവിലെ എഴുന്നേറ്റാൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരിഭ്രമിച്ച് ഓടി നടക്കുക എന്നല്ലാതെ ആരും ജീവിതത്തിന്റെ സാഫല്യം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. കുറെ നേരം കഴിഞ്ഞാൽ ആ ഓടി നടന്ന മനുഷ്യൻ ഉദാഹരണം പറഞ്ഞതുപോലെ ചത്തുപോകുന്നു ഭാവം ശിവ ശിവ. പിറ്റേ ദിവസം പത്രത്തിലുണ്ടാവും മട്ടന്നൂർ. മട്ടന്നൂർ ആരോ പോയല്ലോ.
അപ്പൊ മട്ടന്നൂരിലെ ആൾക്കാരൊക്കെ നോക്കും, സ്ഥലപ്പേര് ആദ്യം നോക്കാം, മട്ടന്നൂർ എന്താ മരിച്ചുകാരുടെ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. 46 വയസ്സ്. അപ്പൊ നമ്മൾ ഒരു കഷ്ടം, 46ാമത്തെ വയസ്സിൽ ഇയാള് പോയി അല്ലേ, കേവലായിരുന്നു. ഇനിയിപ്പോ എന്ത് കേരളത്തെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇയാള് 46 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ ചെയ്തത്? ഇയാൾ കേമനാണ്, നാട്ടുകാരുടെ വലിയ കേമന. പക്ഷെ 46 കൊല്ലം ജീവിച്ചിട്ട് ഈ കേമൻ എന്താ ചെയ്തതോ? അഹം മമേത്യസദ്ഗ്രാഹോ ഭ്രമ്യതേ കർമ്മവർമ്മസു. ഞാനെന്ന് വിചാരിച്ചു, എന്റേതെന്ന് വിചാരിച്ചു. എന്നിട്ട് 46 കൊല്ലും ഈ കേമനാണെന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞാള് ഇവിടെ കടന്ന് തന്നെ കർമ്മമാർഗത്തിൽ കാട്ടുന്ന വട്ടം തിരിഞ്ഞു എന്നല്ലാതെ അയാളുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല എന്നർത്ഥം. ഇങ്ങനെ എത്ര ആൾക്കാരാണ് ഇവിടെ കടന്ന് തന്നെ നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് വെറുതെ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് ആവശ്യമില്ലാത്ത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഭ്രമിക്കുന്നു എന്നർത്ഥം. പറയുന്നത് മനസ്സിലാവട്ടോ? അപ്പൊ നിങ്ങളൊന്നും അങ്ങനെ ഭ്രമിക്കരുത് എന്ന് കരുതിയിട്ടാണ് എല്ലാവരോടും ഈ മട്ടന്നൂർ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി പലതവണ പറഞ്ഞു. ഇവിടെ വന്നിരുന്നാൽ മതി, ഇവിടെ വന്നിരുന്നാൽ എന്തില്ല, പട്ടം തിരിച്ചിടില്ല, എല്ലാവരും അല്ലാണ്ടിരിക്കില്ല, നമുക്ക് എല്ലാവരും ഇരിക്കണം. വീട്ടിലാണെങ്കിൽ ഇരിക്കും, വീട്ടിലാണ് എന്തെല്ലാം ചിന്തകളാണ്. ഇങ്ങനെ ഓടി നടന്നിട്ടൊന്നും കിട്ടാനില്ല, വെറുതെ വിചാരിക്കുക എന്തോ കിട്ടാണ്ട്. ആൾക്കാരുടെയൊക്കെ വിചാരം കുറെ ഇങ്ങനെ ഓടി നടന്നാൽ, പണ്ടൊക്കെ ആൾക്കാര് നമ്മുടെ നാട്ടിൽ മാത്രം ഓടി നടക്കുക. അക്രൂരനാണല്ലോ പറഞ്ഞത്. ഇത് പറഞ്ഞ മഹാത്മാവിന്റെ പേരാണ് അക്രൂരൻ. നല്ല ഭക്തനായിരുന്നു. അക്രൂരനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദേശത്ത് മാത്രമാണ് ആൾക്കാർ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നടക്കുക. അപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ ഭൂമി മുഴുവനൊരു വലിയ എന്താ പറയുക ഒറ്റപ്രദേശമായി. ഭൂമി മുഴുവൻ ഒറ്റപ്രദേശമായപ്പോൾ ഇപ്പൊ ആൾക്കാർക്ക് വട്ടം തിരിയാൻ സ്ഥലം കൂടുതലാണ്. ഭാരതത്തിൽ നിന്ന് അമേരിക്കയിലേക്ക്, അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക്, ഓസ്ട്രേലിയയിൽ നിന്ന് വീണ്ടും പാരീസിലേക്ക്, പാരീസിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക്, അവിടെ നിന്ന് വീണ്ടും ദുബായിലേക്ക്, ദുബായിൽ നിന്ന് പിന്നെ ഡൽഹിക്ക്, ഡൽഹിയിൽ നിന്ന് പിന്നെ മട്ടന്നൂരിൽ നിന്ന് ചായ കുടിക്കാൻ നേരമില്ല, അടുത്ത ഫ്ലൈറ്റിന് പിന്നെ സിംഗപ്പൂരിലും പോയി. ശരിയല്ലേ? ഇതിനാണ് ഈ ഭ്രാമ്യതയെന്ന് പറയാം. ഭാര്യ ചോദിക്കും, നാളെ പോയാൽ പോരെ? എന്താണ് ഈ പറയണത്? അഹം മമേത്യസദ്ഗ്രാഹോ ഭ്രാമ്യതേ കർമ്മവർമ്മസു. എന്റെ കാര്യം നിനക്കറിയോ? ഭാര്യ പറയുകയാണ്, നാളെ പോയാൽ പോരെ? സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. രാവിലെ ചായ കഴിഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് അടുത്ത ഫ്ലൈറ്റിന് പോകണം. അപ്പൊ ഭാര്യ ചോദിച്ചു, നാളെ പോയാൽ പോരെ? അപ്പൊ ഭർത്താവ് പറയുകയാണത്, അഹം മമേവി അസൽഗ്രാഹ. അഹം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ കാര്യം വല്ലതും നിനക്കറിയോ? നിനക്ക് ഇവിടെ ചായയും ചോറും ഉണ്ടാക്കി നിന്നാൽ മതി. എന്റെ ബിസിനസിനെ പറ്റി നിനക്ക് വല്ലതും അറിയോ? അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ പോണം. എന്റെ അതാണ് മമ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ജീവിക്കുന്ന മാതിരി നീ ജീവിക്കുകയാണെങ്കിൽ നീ ചായ കുടിക്കാണ്ടെന്ന് പോകും. ഞാനായതുകൊണ്ടാണ് ചായ കുടിക്കാതിരിക്കുക. നീ വേഗമൊക്കെ റെഡിയാക്കിക്കോ. പാവം ഭാര്യ ഇങ്ങനെ ഇരിക്കുക. ഭർത്താവ് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് എന്നാ തെറ്റിദ്ധാരണ പറ്റിയത്? ഞാൻ ശരീരമാണെന്ന് വിചാരിക്കണോ? എനിക്ക് ഇവിടെ എന്നാണ് മാമ പറഞ്ഞാൽ എന്താ? എന്റെ ബിസിനസിന്റെ കാര്യം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? വേഗം എന്റെ ഷർട്ടൊക്കെ തേച്ച് വെച്ചോ. ആരോട് പറയുക? പാവം ഭാര്യ ഷർട്ട് തേക്കുമ്പോ എന്താ വിചാരിക്കുക? പൂവ് കഴിയില്ലേ? പൂവ് കഴി. ഇന്നലെ വന്നിട്ടേ നോക്കണം. വന്നിട്ട് കുറച്ചു നേരം ഇരുന്നപ്പോഴേക്ക് ഇയാൾ പോകാനായി. എന്താ തിരക്ക് ആവും? നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ. അക്രൂരൻ പറഞ്ഞത് 100% ശരിയാന്ന് മനസ്സിലാവും. അഹം മമേവി അസദ്ഗ്രാഹോ ഭ്രമ്യതേ കർമ്മവർമ്മസു. അപ്പൊ അക്രൂരന് ഭഗവാൻ ആ വലിയ ചിന്തകളൊക്കെ കൊടുത്തത് അസലായിട്ട് കുളിച്ചപ്പോഴാണ്. വാസ്തവത്തിൽ അക്രൂരൻ എവിടെയാണ് കുളിച്ചത്? ഭാഗവതം പറയും, കാളിന്തിയാകുന്ന ഒരു കുടയിലാണ് അക്രൂരൻ കുളിച്ചത് എന്നാണ് ഭാഗവതം പറയുക. പക്ഷേ അങ്ങനെയല്ല വാസ്തവത്തില്. ഈ ഗുരുവായൂരപ്പൻ തന്നെ ലീലകളാടുമ്പോൾ ഒരിക്കല് ഈ കാളിന്തി എന്ന് പറയുന്ന ഒരു പുഴയിൽ പോയി കുളിച്ചിരുന്നു. ഞാൻ പിന്നെ ആ കഥയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ കാളിന്തിയിൽ ഭഗവാൻ എത്രയോ തവണ പോയി കുളിച്ചപ്പോഴെന്തായി? ആറാട്ട് കഴിഞ്ഞു എന്നർത്ഥം. മനസ്സിലായില്ല? ഈ സ്വതവേ ഈ ക്ഷേത്രങ്ങളിലൊക്കെ എന്തുണ്ടാവും? ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം കേമായിട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാനം ഗംഭീരമായ ആറാട്ടാണ്. ആറാട്ട് പറഞ്ഞാൽ എന്താ?
അപ്പൊ ഭഗവാന്റെ ആറാട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ തീർത്ഥമായി മാറിയ ആ നദിയിൽ എല്ലാവരും ഒരു മുഖം എന്താ ഉണ്ടാവുക? അവർക്ക് ശരിയായൊക്കെ വന്ന് പാടും, ആടാൻ അറിയുന്നവരൊക്കെ വന്ന് ആടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ പറ്റുന്നവരൊക്കെ അവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ എന്തെല്ലാം സമർപ്പിക്കില്ലേ. ഇതുപോലെ ഭഗവാൻ അമ്പാടിയിൽ വന്ന അന്നങ്ങോട്ട് തുടങ്ങിയതാണ് അമ്പാടിയിൽ തിരുവുത്സവം. അതങ്ങനെ കേമായി എന്ന് പറഞ്ഞാൽ പോരാ, ഈ തിരുവുത്സവത്തിൽ ഭഗവാനും ആടി. എങ്ങനെ? കാളിയന്റെ പണത്തിൽ കയറിയിട്ട് ഭഗവാൻ അങ്ങനെ ആടി തിമർക്കുക എന്ന് പറയുന്നത്. കാളിയന്റെ പണങ്ങളിൽ അങ്ങനെ മാറി മാറി രുചിരകമ്പിത കുണ്ടല മണ്ഡല സുചിരമീശ നർത്തിത വന്നകേ അമരതാടിതതുന്ദുഭി സുന്ദരം കാളിയന്റെ പടങ്ങളിൽ ഭഗവാൻ അങ്ങനെ ആടി തിമർത്തപ്പോൾ രുചിരകമ്പിത കുണ്ടല മണ്ഡലേ. ഭഗവാൻ ഒരു ദിവസം മകരകുണ്ടലങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തുള്ളിക്കളിച്ചത് എന്താ? ഈ മകരകുണ്ടൽ ഇടയ്ക്ക് ഗുരുവായൂരപ്പം ഇവിടുന്ന് എന്തായാലും ഊരി എടുത്തിട്ട് അമ്പാടിയിൽ ഒരു ചെറിയ മേശുണ്ട്, അതിന്റെ മുമ്പ് കണ്ണാടി ഉണ്ട്, അവിടുന്ന് ആ യശോദ അണിയിക്കുക. അപ്പൊ ഒരു ദിവസം ഗുരുവായൂരപ്പൻ ഈ മകരകുണ്ടലങ്ങളോട് ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചതെന്നറിയോ? നിങ്ങൾ ഇങ്ങനെ ഞാൻ ഈ തലയാട്ടും വിളങ്ങില്ലേ? അത് വന്നാൽ തലയാട്ടുമ്പോ എന്താ ഉണ്ടാവുക? രുചിയുടെ ഗംഭീര കുണ്ടലം പണ്ടേ ഈ മകരകുണ്ടലങ്ങൾ ഇങ്ങനെ കളഞ്ഞുണ്ടോ? അപ്പൊ ഭഗവാൻ പിന്നെ ആരോടും വർത്തമാനം പറയും? കൃഷ്ണൻ എല്ലാവരോടും വർത്തമാനം പറയും. അപ്പൊ ഭഗവാനാ നല്ല രുചിര കമ്പിത കുണ്ടല മണ്ഡലേ. ആ മകരകുണ്ടലങ്ങൾ കണ്ണാടിയുടെ മുള്ളും നിർത്തിട്ട് ഭഗവാൻ ചോദിച്ചല്ല, നിങ്ങള് ഏറ്റവും നന്നായിട്ട് തുള്ളിക്കളിച്ചതല്ല. അപ്പൊ ഒന്നാമത്തെ മകരകുണ്ടലൻ പറഞ്ഞു, ആടിയമർദ്ദനം നടക്കുമ്പോൾ അന്ന് ഭഗവാൻ അങ്ങനെ നൃത്തം വെച്ച് കണ്ടിട്ട് ശ്രീപരമേശ്വരൻ പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. പാർവതിയോട് ചോദിച്ചു, അസലായിട്ട് നൃത്തറിയാം ആർക്ക്? പാർവതിക്ക്. അപ്പൊ ശ്രീപരമേശ്വരൻ അസലായിട്ട് നൃത്തറിയാം. അപ്പൊ നൃത്തത്തിന്റെ ഒരു ചുവട് മനസ്സിലാവാഞ്ഞിട്ട് ഒരു 12ഓളം ചുവട് മനസ്സിലാവണില്ല. ആർക്ക് മനസ്സിലാവണില്ലാന്ന്? ആ ശ്രീപരമേശ്വരന് മനസ്സിലാവായിട്ട് അടുത്തുള്ള പാർവതിയോട് ചോദിച്ചു, അതെന്താണ്? അപ്പൊ പാർവതി ഇങ്ങനെ. എന്നതിന്റെ അർത്ഥം എനിക്കൊന്നും മനസ്സിലാക്കില്ല. പാർവതിക്കും നടരാജനായ ശ്രീപരമേശ്വരനാവട്ടെ, നന്നായിട്ട് ഹാസ്യനൃത്തം ചെയ്യുന്ന പാർവതിക്കാവട്ടെ, ഭഗവാൻ കാളിയമർദ്ദനം ചെയ്തപ്പോൾ പല ചുവടുകളും എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. പിന്നെ ആ നൃത്തത്ര കേമായില്ല. അപ്പൊ ഈ മകരകുണ്ടലം വലത്തെ കാലിലിട്ട മകരകുണ്ടലം പറഞ്ഞു, ഞാൻ ഏറ്റവും തുള്ളിക്കളിച്ചത് കാളിയമർദ്ദനം നടത്തുമ്പോഴാണ്. നിനക്ക് എന്താ പറയാനുള്ളത്? മറ്റേ ഇടത്തെ കാലിലുള്ള കുണ്ടലം പറഞ്ഞു, എനിക്കും ഒന്നും പറയാനില്ലാന്ന്. അതാണ് വിൽപ്പത്തൂർ എഴുതി വെച്ചത്, രുചിര കമ്പിത കുണ്ടല മണ്ഡലേ. അപ്പൊ ഭഗവാന്റെ മകരകുണ്ടലങ്ങൾ അങ്ങനെ കേമായിട്ട് താളം പിടിച്ചിങ്ങനെ ഇളകുക. എന്താ കാരണം? ഗുരുവായൂരപ്പം നൃത്തം വെക്കല്ലേ. അപ്പൊ ഇങ്ങനെ ഭഗവാൻ നൃത്തം വെച്ച് കാളിന്തിയിലൊക്കെ മുങ്ങി ശരിക്കും കാളിന്തിക്ക് എന്തായിട്ടുണ്ട്? ആറാട്ട് കഴിഞ്ഞ പുഴ പോലെ ആയിട്ടുണ്ട്. ആ പുഴയിലേക്ക് കുളിക്കാൻ ആരെ കുട്ടി കൊണ്ടുവരുന്നത്? അക്രൂരിനെ. അവിടെ അമ്പാടിയിലെ കേമായിട്ട് ഉത്സവമൊക്കെ കഴിഞ്ഞു. ഇനി അവിടെ അങ്ങനെ കേമായിട്ട് ഉത്സവമൊന്നുമില്ല. അപ്പൊ നല്ല കുടി തട്ടാൻ വന്നയാണ് ആര്? അക്രൂരനെ. അക്രൂരൻ വന്നിട്ട് ശരി കണ്ടില്ലേ, കുടി ഇങ്ങനെ പിടിച്ചു താത്തുന്നത് കണ്ടില്ലേ? അക്രൂരൻ വന്നിട്ട് എല്ലാം കുടി ഇങ്ങനെ താത്തിയപ്പോ എന്തായി? അമ്പാടി മുഴുവനും ശോകമുഖമായി. അപ്പൊ കുടി താത്തിയ പിന്നെന്താ? ഇനിയിപ്പോ അക്രൂരിനൊന്ന് കുളിപ്പിക്കണ്ടേ? അങ്ങനെയാണ് ഭഗവാൻ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. നേരെ മധുരയിലേക്ക് പോവുക. ഇനി എവിടെയാ ഉത്സവം? ഇപ്പൊ അവിടെ അമ്പാടിയിലെ ഉത്സവമൊക്കെ ഒരു ഏകദേശം കഴിഞ്ഞു. ഇനി അവിടെ താമസിക്കുന്നവർക്കൊക്കെ ഉത്സവത്തെ പറ്റിയുള്ള സ്മരണ മനസ്സിൽ കൊണ്ട് നടക്കാം. അപ്പൊ അക്രൂരന്റെ കൂടെയാണ് ഭഗവാൻ നേരെ ഇങ്ങനെ പോണത്. ബലരാമനും ശ്രീകൃഷ്ണനും കുറെ ഗോപന്മാരെല്ലാവരും കൂടി മധുരാപുരിയിലേക്ക് അമ്മാവനെ കാണാൻ പോവുക. ആദ്യമായിട്ട് അമ്മാവനെ കാണാൻ പോവുകയാണ്. വയസ്സ് 12 അത് ഏകദേശം ഒരു 11 കൊല്ലത്തോളമായിരുന്നു അവിടെ ഉത്സവം. മനസ്സിലാവുണ്ടോ പറയണത്? അമ്പാടിയില് ഏകദേശം ഒരു 11 കൊല്ലത്തോളം രാമകൃഷ്ണോത്സവമായിരുന്നു.
ആ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്തനായ പരമഭക്തനായ ഈ അക്രൂരൻ ഇവർ രണ്ടാളെയും കൂടി ഇനി അവിടെ ഒരു ഉത്സവം വേണം. ഇവിടെ അങ്ങനെ ഉത്സവം കേരളത്തിൽ അവിടെയും വേണ്ട ഉത്സവം. ഇനി മധുരാപുരിയിലെ ഉത്സവത്തിന് വേണ്ടി ആരെ കൂട്ടിക്കൊണ്ടുപോവുക? ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴാണ് കാളിന്തിനെ കണ്ട സമയത്ത് ശ്രീകൃഷ്ണൻ നേരെ എവിടെ കയറിയിരുന്നു? അക്രൂരന്റെ മനസ്സ് കയറിയിരുന്നു. അക്രൂരന്റെ മനസ്സിൽ കയറിയിരുന്നപ്പോ അക്രൂരന് തോന്നുകയാണ് എന്ത്? കുളിക്കണം 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 കുളിക്കണം. ഇതാരാ തോന്നിപ്പിച്ചത്? ഇത് തോന്നിപ്പിച്ചതാരാ? ഭഗവാൻ തോന്നിപ്പിച്ചതാണ്. അപ്പൊ അക്രൂരൻ കൃഷ്ണനോട് ചോദിച്ചു. അക്രൂരനാണ് തേര് തെറിക്കണത്. കൃഷ്ണ, എനിക്ക് ഇങ്ങനെ തോന്നുക. എന്ത് തോന്നുക? കുളിക്കണം 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 എന്ന്. എവിടെ കുളിക്കണം എന്ന്? ഗുരുവായൂരപ്പൻ ആറാട്ടൊക്കെ നടത്തി പരിശുദ്ധമായിരിക്കുന്ന കാളിയനൊക്കെ അവിടെ നിന്ന് ഓടിച്ചു. അതോടുകൂടി എന്താ ശ്രദ്ധിച്ചോളെ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ശ്രദ്ധ കുറച്ച് കുറയും, നല്ലോണം ശ്രദ്ധിക്കും. അപ്പൊ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് നേരെ അക്രൂരൻ എന്താ ചെയ്തത്? കാടിലേക്ക് ഇറങ്ങി വരികയാണെ. അതുപോലെ അക്രൂരൻ തേര അവിടെ നിർത്തി തേരിലായിരിക്കണ്ട്. കുട്ടികൾ രണ്ടാണ് ഇറങ്ങിയിരിക്കെ. എന്നിട്ടോ പത്രോപസ്പൃശ്യപാനീയം വേത്വാഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡം. ഈ വേദത്തിൽ കുറെ വിധിയും കുളിച്ചാൽ പോരാണ്. അത് അക്രൂരൻ എങ്ങനെയാ കുളിക്കുക? അക്രൂരന് അക്രൂരസ്താവുപാമന്ത്രിയ നിവേശരഥോപരി. എന്നിട്ട് കാളിന്ത്യാഹൃതമാഗത്യ സ്നാനം വിധിവദാചരൽ. കൃഷ്ണനെയും രാമനെയും തേരിൽ അവിടെ ഇരുത്തിയിട്ട് അക്രൂരൻ കാളിന്തിയിലെ ഒരു ഹൃദത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അവിടുന്ന് വിധിയാം വണ്ണം. ഏത് വിധി? അത് കുറേണ്ട് പറയാൻ. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിധി അനുസരിച്ച് ഭഗവാൻ ആറാടി എത്രയോ എത്രയോ പുണ്യമായ ആ പുണ്യസരിത്തിൽ വിധിയാം വണ്ണം സ്നാനം വിധിവദാചരൽ. ഏമായിട്ടാണ് കുളിച്ചു. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക ആര്? ഗുരുവായൂരപ്പൻ. അക്രൂരൻ വിധിയാം വണ്ണം ആ കാളിന്തിയിൽ ഇങ്ങനെ കുളിക്കണത് ആര് നോക്കി നിന്നു? ശ്രീകൃഷ്ണൻ നോക്കിയിരുന്നു, ബലരാമൻ നോക്കിയിരുന്നു. എന്നിട്ടോ കേട്ടോളെ, ശ്രദ്ധിച്ചു കേൾക്കണേ. നിമജ്ജതസ്മിൻ സലിലേ ചപൻ ബ്രഹ്മസനാതനം. അപ്പൊ അക്രൂരന് തോന്നി മന്ത്രം ജപിക്കണമെന്ന് തോന്നി. അങ്ങനെ അക്രൂരൻ എന്ത് ചെയ്തു? സ്ഥലമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. വിധിയാവണ്ണ എല്ലാ കുളിയും കഴിഞ്ഞ പിന്നെയാണ് എന്ത് വേണ്ടത്? ജപം വേണം. അങ്ങനെ നിമജ്ജതസ്മിൻ സലിലേ. സലിലേ എന്ന് പറഞ്ഞാൽ പോരാ. നിമജ്ജ കുളിച്ചിട്ട്. എവിടെ കുളിച്ചിട്ട്? സലിലേ നിമജ്ജ. വെള്ളത്തിൽ കുളിച്ചിട്ട്. ഏത് വെള്ളത്തിൽ കുളിച്ചിട്ട്? അസ്മിൻ സലിലേ നിമജ്ജ. എന്ത് അസ്മിൻ സലിലേ എന്ന് പറയുന്നത്? അതിന്റെ അർത്ഥാന്തം പറഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാൻ എത്രയോ തവണ ആറാടി 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 പരിശുദ്ധമായിരിക്കുന്ന ആറാട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന അസ്മിൻ സലിലേ, ആ കാളിന്തിയിലെ വെള്ളത്തിലാണ് ഇപ്പോൾ ആര് ജപിക്കുന്നത്? ജപൻ ബ്രഹ്മസനാതനം. ആ സാക്ഷാൽ ഗംഭീരമായ മന്ത്രമുണ്ട് വേദത്തില്. ആ വേദത്തിലെ ഗംഭീരമായ മന്ത്രം അങ്ങനെ ജപിച്ച് ജപിച്ച് ജപിച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങളോട് നാമം ജപിക്കാന്ന് പറയാറില്ലേ? ഞാൻ നിങ്ങളോട് മന്ത്രം ജപിക്കാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ജപിക്കാൻ പറഞ്ഞു. നിങ്ങളോട് മന്ത്രമൊന്നും ജപിക്കാൻ പറഞ്ഞിട്ടില്ല. ഓരോരുത്തരോട് ഓരോന്നാ പറയേണ്ടത്. നിങ്ങൾ എന്ത് ജപിച്ചാൽ മതി? നാമം ജപിച്ചാൽ മതി. അക്രൂരൻ എന്താ ജപിക്കുന്നത്? ഗംഭീരമായൊരു മന്ത്രമുണ്ട് വേദത്തില്. ആ മന്ത്രം ഇങ്ങനെ ജപിക്കുകയാണ്. അങ്ങനെ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴാണ് താവേവദൃശേ ക്രൂരോ രാമകൃഷ്ണോ സമന്വിതോ തൗരഥസ്ഥോ കഥമിഹ സുധാമാനകടുംദുഹേ. വെള്ളത്തിലിരുന്ന് മന്ത്രം ജപിക്കുമ്പോ അക്രൂരൻ നോക്കിയപ്പോ വെള്ളത്തിന്റെ അടിയിൽ രാമനും കൃഷ്ണനും. അതെങ്ങനെയാണ്? ഈ മന്ത്രം ജപിച്ചാൽ ദേവത പ്രത്യക്ഷാവെന്ന് പറയാറുണ്ട്. മന്ത്രം ജപിച്ചാൽ ആര് പ്രത്യക്ഷാവും? മന്ത്രം ജപിച്ചാൽ ആ മന്ത്രത്തിന്റെ ദേവത പ്രത്യക്ഷമാവും. അപ്പൊ ഇദ്ദേഹം മന്ത്രങ്ങൾ ജപിച്ചപ്പോ വെള്ളത്തിന്റെ ഇടയിൽ നിന്നാണ് മന്ത്രം ജപിക്കണത്. വെള്ളത്തിന്റെ ഇടയിൽ നിന്ന് മന്ത്രങ്ങൾ ജപിച്ചപ്പോ രണ്ടാളും പ്രത്യക്ഷമായി വെള്ളത്തില്. ആരാത്? മന്ത്രദേവതമാര്. രാമനും പ്രത്യക്ഷമായി, കൃഷ്ണനും പ്രത്യക്ഷമായി. അപ്പൊ അക്രൂരൻ നല്ല ബുദ്ധിയ. അക്രൂരൻ ആലോചിച്ചു, ഞാൻ ഈ രണ്ടാൾക്കാർ, ഈ ബലരാമനെയും കൃഷ്ണനെയും ഞാൻ എവിടെ ഇരുത്തിയിട്ടാ പോകുന്നത്? കുട്ടികളെ ഇവിടെ ഇരിക്കണേ, ഇവിടെ ഇരിക്കണേ, ഇവിടെ ഇരിക്കണേ. വികൃതിയ.
ഇവരുടെ വികൃതിയൊക്കെ ആർക്കറിയാം? അക്രൂരന് അറിയാം. അപ്പൊ അക്രൂരൻ എന്തായത് കുട്ടിയോട് ഇവിടെ ഇരിക്കണേ, ഇവിടെ ഇരിക്കണേ, ഇവിടെ ഇരിക്കണേ, ഇവിടെ ഇരിക്കണേ എന്നും പറഞ്ഞ് രഥസ്ഥവും രണ്ടാളും ജയിലിലെത്തിയതാ. ഈ അക്രൂരൻ വെള്ളത്തിന്റെ അടുത്ത് അടിയിൽ നോക്കിയപ്പോ രഥസ്ഥവും കഥമിക തേരിയിരിക്കുന്ന അവർ രണ്ടാളെ വെള്ളത്തിന്റെ അടിയിൽ വന്നത്. മാത്രമല്ല ആനകദുന്ദുഭയെ സ്തുതവും. ആരാ ഇവര്? ആനകദുന്ദുഭിയായിരിക്കുന്ന വസുദേവരുടെ ഈ രണ്ട് കുട്ടികളും എങ്ങനെ വെള്ളത്തിന്റെ അടിയിലെത്തിയത്? തനിഹിസിൽ സ്യന്തനെ നസ്ത. അങ്ങനെയാണെങ്കിൽ ഇവരെവിടെ ഉണ്ടാവില്ല? തേരിലുണ്ടാവില്ല. അവ തേരുന്ന ഞാൻ ഈ വെള്ളത്തിൽ എങ്ങനെ ഇറങ്ങി വിധിയാമണ്ണം ഈ ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ വിധിയാമണ്ണം കുളിക്കുന്നു, ഏമായിട്ട് ധ്യാനിക്കുന്നു. ഈ തക്കം നോക്കി ഈ രണ്ട് വികൃതികളും എന്ത് ചെയ്തിട്ടുണ്ടാവും? അതെങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ നോക്കിയോ? നാളെ രണ്ടാള് തന്നെ പ്രത്യക്ഷമായിട്ട് തിരിച്ചുകൊണ്ടിരിക്കുക. ഇവര് വെള്ളത്തിലേക്ക് താടിയാലല്ലേ വെള്ളത്തിൽ കാണുന്നു വിചാരിച്ച് അവരിപ്പോൾ തേരിലുണ്ടാവില്ല എന്ന് വിചാരിച്ച് തേരിലേക്ക് നോക്കിയപ്പോൾ അതാ വഴിയിരിക്കണോ യഥാപൂർവമാസീനോ. നേരത്തെ ഇരിക്കുമ്പോഴേ കൃഷ്ണൻ ബലരാമന്റെ തോളിൽ ഇങ്ങനെ കൈപിടിച്ചത്. ആ ഇരുത്തി പോന്നപ്പോ ഇരുത്തി പോകുന്ന സമയത്ത് കൃഷ്ണൻ ആ കൈ ഇങ്ങനെ ബലരാമന്റെ തോളിൽ വെച്ച് രണ്ടാളും എന്തൊരു അച്ചടക്കത്തോടെയാ ഇരിക്കുന്നത് അറിയോ? എന്നിട്ടോ ഇപ്പൊ അക്രൂരൻ കുറെ നേരം വിധിയാമണ്ണ സ്നാനം കഴിക്കാൻ 1 മണിക്കൂർ കൂട്ടിക്കോളും, വിധിയാമണ്ണം ജപിക്കാൻ പിന്നെയും കൂട്ടിക്കോളും 2 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും പോയി നോക്കിയപ്പോ നേരത്തെ എങ്ങനെയാണോ ആ കുട്ടികൾ ഇരുന്നത് അതുപോലെ അത്രാപിത യഥാപൂർവം. യഥാപൂർവം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ ഇവിടുന്ന് അനങ്ങരുത്, ഇതുപോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിരുത്തി ആ 2 കുട്ടികൾ ഈശ്വര ആരാ പറഞ്ഞത് ഈ ഉണ്ണികൾക്ക് വികൃതി ഉണ്ടെന്ന്? നാട്ടുകാർ വെറുതെ പറഞ്ഞതാട്ടോ. ഇങ്ങനെ അനുസരിക്കുന്ന കുട്ടികളെ കാണും. ഞാൻ നേരത്തെ എങ്ങനെയാണോ ആ 2 മിടുക്കന്മാരെയും തേരിൽ ഇരുത്തിയത് അത്രാപിത യഥാപൂർവം നേരത്തെ ഇരുത്തി അതുപോലെ രണ്ടാളിരിക്കണ്ട്. ആസീനോ പുനരേവസം. സംശയായി അക്രൂരന്. അപ്പൊ ഞാൻ ഈ വെള്ളത്തിന്റെ ഇടയിലായ കണ്ടത്. അപ്പൊ വെള്ളത്തിന്റെ ഇടയിൽ ഞാൻ കണ്ടല്ലോ. ഞാൻ ബലരാമനെയും കണ്ടു, ശ്രീകൃഷ്ണനെയും കണ്ടു. എവിടെ? വെള്ളത്തിന്റെ ഇടയില്. ഇപ്പൊ തേരിൽ നോക്കിയ സമയത്ത് അത്രാപിത യഥാപൂർവം മുമ്പ് ഇരുത്തിയതുപോലെ അവിടെ ഇരിക്കുക. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. എന്നാലേ ഞാനങ്ങോട്ട് പൊങ്ങുമ്പോഴേക്കും ഇവര് വെള്ളത്തൊന്നും മുങ്ങിയ തേരിൽ പോയി എന്നിട്ടുണ്ടാവോ? അത്രയൊക്കെ സമയമുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? വെള്ളത്ത് പോയി നോക്കട്ടെ. ഒന്നുകിൽ അവര് തേരിലിരിക്കണം. അങ്ങനെ കഥ ആരും കേട്ടിട്ടില്ല. പരീക്ഷത്തെ എന്തൊക്കെ കഥ കേട്ടില്ലേ? ഇത് 2 പേര് ഉറപ്പിച്ച് എനിക്ക് തോന്നിയതാവും എന്ത്? ഈ വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടെന്ന് മൃഷ എനിക്കിങ്ങനെ തോന്നിയതാവും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും മഹീശ്വരൻ ഉറച്ച താഴല വെള്ളത്തിലേക്ക് അക്രൂരൻ ഒന്നും കൂടെ മുങ്ങി നോക്കിയപ്പോ ഇപ്പൊ എന്താ കണ്ടത് എന്നറിയോ? സ്തൂയമാനം അഹീശ്വരം, വലിയൊരു പാമ്പ്. എന്റെ ഗുരുവായൂരപ്പാ, പുഴയിൽ പാമ്പുണ്ടാവില്ലേ? എന്നാലും ഈ പുഴയിലുള്ള പാമ്പിനെ ഗുരുവായൂരപ്പൻ ഓടിച്ചിട്ടുണ്ടെന്നാണല്ലോ ഞാൻ മനസ്സിലാക്കിയത്. ആ പാമ്പിന്റെ പേരെന്തോ കാളിയൻ എന്തോആണ്. അഹീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? കാളിയനല്ല, 1000 ഭണങ്ങളുള്ള വലിയൊരു ആരും. എവിടെ? വെള്ളത്തിൽ മുങ്ങിയപ്പോ നേരത്തെ എന്താ കണ്ടത്? ബലരാമനെ കണ്ടു, കൃഷ്ണനെ കണ്ടു. ഇവര് തേരിലിരിക്കുന്നുണ്ട്. ഇവരെ തേരിലല്ല, വെള്ളത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് രണ്ടാമത് വെള്ളത്തിൽ മുങ്ങിയപ്പോ ഇപ്പൊ എന്താ കാണുന്നത്? ഇപ്പൊ അവിടെ ഉണ്ട് സാക്ഷാൽ 1000 പണങ്ങളുള്ള ആദിശേഷനെ അക്രൂരൻ എവിടെ കണ്ടു? വെള്ളത്തിന്റെ അടിയിൽ കണ്ടു. കഴിഞ്ഞില്ല. ഈ ആദിശേഷമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ സിദ്ധകാരണഗന്ധർവൈഹി അസുരൈഹി നതഗന്ധരൈഹി സഹസ്രശിരസം ദേവം സഹസ്രഗണമൗലിനം നീലാംബരം വിസശ്വേതം ശൃംഗൈഹി ശ്വേതമിവ സ്ഥിതം
അക്രൂരൻ എണ്ണി നോക്കിയിട്ട് സഹസ്രശിരസം 1 2 3 4 5 6 7 8 9 നേരത്തെ ജപിക്കണ സമയത്തെ 1008 ഗായത്രി ജപിച്ചയാളാ. അപ്പൊ 1008 വരെ ഭംഗിയായിട്ട് എന്നാ പറയാം, 1008 വരെ ആയിരം ആദിശേഷമൂർത്തി ധരിച്ചിട്ടുണ്ട്. നല്ല വെളുത്ത നിറം, ശൃംഗൈഹി ശ്വേതമിവസ്ഥിതം, നല്ല ഒന്നാം തരം കൊടുമുടികളൊക്കെ ഉള്ള വലിയൊരു പർവ്വതത്തെ പോലെ കണ്ടു. എന്നിട്ടോ ഒന്നും കൂടി നോക്കിയ സമയത്ത് ആദിശേഷനാകുന്ന ഭഗവാന്റെ മുകളിൽ അസ്യോത്സംഗേധനശ്യാമം, ആ ആദിശേഷമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ഉത്സംഗത്തിൽ ആകൃഷ്ടരാവുക. നിങ്ങളെന്നെ നോക്കൂ, പ്രലംബീവരഭുജം തുംഗാംസോര സ്ഥലശ്രയം. നമ്മളോട് പറയാ, ഭാഗവതം വായിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാ, നല്ലോണം ധ്യാനിച്ചോളൂ എന്ന്. ധ്യാനിക്കണേ ആരെ? ഗുരുവായൂരപ്പനാണ്. പിന്നെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനോഹരമായിരിക്കുന്ന നാസിക കണ്ടു. പിന്നെന്താ കണ്ടത്? ചാരുകർണം, നല്ല ഭംഗിയുള്ള ഭഗവാന്റെ കാത് കണ്ടപ്പോൾ ധ്യാനിക്കണം എന്നർത്ഥം. പിന്നെ സുകപോലാരുണാധരം, അക്രൂരൻ കണ്ടത് ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന കവിള് കണ്ടു. എന്തിനാ നിങ്ങൾക്കതൊക്കെ പറഞ്ഞു തന്നെ മനസ്സിലായോ? ധ്യാനിക്കണം എന്നർത്ഥം. കല്യാണല്ലേ വൈകുന്നേരം കല്യാണമൂർത്തി ഇവിടെ വരുന്ന സമയത്ത് നല്ലതുപോലെ ഭഗവാനെ ധ്യാനിക്കണേ. അപ്പൊ ഭഗവാന്റെ കവിള എങ്ങനെയാണ്? മനോഹരമായ കവിളാണ്. അരുണാധരം, നല്ല ചുവന്ന ചുണ്ടാണ് ഭഗവാനുള്ളത്. പ്രലംബീവരഭുജം, നല്ല നീണ്ട തടിച്ച ഉരുണ്ട കൈകളാണ്. പിന്നെയോ തുംഗാംസോരസ്ഥലശ്രയം. അപ്പോഴാ എന്നോട് നോക്കിയത്, ഗുരുവായൂരപ്പന്റെ മാറിൽ നോക്കിയപ്പോഴേ അവിടെ ഒരു പെൺകിടാവ്. അക്രൂരൻ കേട്ടിട്ടുണ്ട് എന്ത്? ഈ കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ഓരോ പെൺകിടാങ്ങൾ ഇങ്ങനെ പിന്നാലെ വരുത്രേ. ഭൂമികമാരൊക്കെ ഇത് പുറത്ത് ചാടിയാലും പുഴയെ ചാടിയാലൊക്കെ പെൺകുട്ടി ഉണ്ടാവും പിന്നാലെ. കൃഷ്ണനെ കുളത്ത് ചാടിയപ്പോ അവിടെയുണ്ട് സുന്ദരിയായ ഒരു പെൺകിടാവ് ഇരിക്കുക. എവിടെ ഇരിക്കണത്? മാരിടത്തില്. അപ്പൊ നോക്കിയപ്പോഴേ നല്ല ഭംഗിയുള്ള ഒരു പെൺകിടാവ്, തുംഗാംസോരസ്ഥലശ്രയം, ആ ഭഗവാന്റെ വിശാലമായിരിക്കുന്ന മാരിടത്തിൽ ഞാനും ഉണ്ട് കുറെ ചാടാനെന്നും പറഞ്ഞ് ആര് കയറിയിരിക്കുന്നുണ്ട്? ആരാത്? അതാരാ? സാക്ഷാൽ മഹാലക്ഷ്മി അവിടെ അങ്ങനെ ഇരുന്ന് നല്ല ചിരിക്കുക. കൃഷ്ണൻ ചിരിച്ചതന്നെ ആർക്കും ഇഷ്ടമായില്ല. എനിക്കിങ്ങനെ അബദ്ധം വെച്ചാണേ, അവിടെ ഉണ്ടോ ഇവിടെ ഇവിടെ എങ്ങനെയാ ഒരേ സമയത്ത് ഉണ്ടാവുകയാണെന്നൊന്നും അറിയാതെ ആകെ ബുദ്ധി ഭ്രമിച്ച് ആ വെള്ളത്തിന്റെ ഇടയിൽ ഭഗവാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോ നേരത്തെ പറഞ്ഞില്ലേ, ചാരുഹാസനം നല്ലൊരു ചിരിക്കുക. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഭഗവാൻ ഈ ഭക്തന്റെ കഥകളൊക്കെ അടുത്തിരിക്കണ, നമ്മുടെ ഈ അടുത്തിരിക്കണോട് വർത്തമാനം പറയുമല്ലോ, ഈ വായന കേൾക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ട് ഇവിടെ ഇനിയിപ്പോ എന്ത് വേദാന്തം പറഞ്ഞാലും അടുത്തിരിക്കണ കമലാക്ഷിയും ദേവയാനിയും കൂടി അവിടെ ഇരുന്ന് ഓരോ വർത്തമാനം പറയും. ഇതുപോലെ ഗുരുവായൂരപ്പന് വർത്തമാനം പറയാൻ ഏറ്റവും അടുത്തൊരാളിരിക്കേണ്ടത് ആരാത്? ഇവിടെയാണല്ലോ. മഹാലക്ഷ്മി മാരിടത്തിൽ ഇരിക്കുന്നോണ്ട് ഈ അക്രൂരനെ പറ്റി ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണെന്നറിയോ? ഞാൻ അനുഗ്രഹിക്കാൻ വന്നാലും നീ അനുഗ്രഹിക്കാൻ മറക്കരുതേ. നല്ലോണം ഈ ഭക്തൻ എന്തൊക്കെയാവണം? ഐശ്വര്യം ഉണ്ടാവണം, ശ്രീ ഉണ്ടാവണം എന്നൊക്കെ ഞാൻ പറഞ്ഞാലും ലക്ഷ്മീദേവി നീ നല്ലോണം അനുഗ്രഹിക്കണേ. ഇവിടുന്ന് ചിരിച്ചാൽ പോലെയൊക്കെ ഭഗവാൻ ഇങ്ങനെ മാറത്തിരിക്കണ ലക്ഷ്മീദേവിയുടെ എന്താ പറയണത്? ഇങ്ങനെ കുളിച്ചു ചിരിച്ചിരിക്കുക. അവിടെ ഇരിക്കേണ്ട ആള് കണ്ടിട്ടില്ല അല്ലേ? നിങ്ങളാരും കണ്ടിട്ടില്ലേ അവിടെ ഇരിക്കണത്? ഞാൻ പറഞ്ഞത് എന്നെയൊന്നും കാണില്ല. ഇവിടെ സാക്ഷാൽ ഭഗവാന്റെ കൂടെ അതിരിക്കേണ്ട ലക്ഷ്മി ദേവി ഇരിക്കുന്നുണ്ട്. നല്ലോണം സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അപ്പൊ ഇവിടെ അമ്പലത്തിൽ ലക്ഷ്മി ദേവി ഇരിക്കേണ്ടതെന്ന് അർത്ഥം. അപ്പൊ ലക്ഷ്മി ദേവി എന്ത് ചെയ്തു? അക്രൂരനെ നോക്കി നല്ലൊരു ചിരി. ആ ചിരി കൊണ്ട് എന്താ ചെയ്തത്? എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുക ചെയ്തത്. ഏതായാലും ഭഗവാനെ ഒന്നുകൂടി കാണാൻ വേണ്ടി അക്രൂരൻ വീണ്ടും എന്ത് ചെയ്തു?
ഒരുപാട് കാഴ്ച കണ്ടു. വെള്ളത്തിന്റെ അടിയിൽ ഇനിയും അക്രൂരൻ കാണാത്ത കാഴ്ചകളൊന്നുമില്ല. ശ്രീശുഖബ്രഹ്മ ഋഷി എല്ലാം മറന്ന് അത് വർണ്ണിക്കണത് ഒന്ന് കേട്ടോടെ ഞാനത് വായിച്ചു പോവുകയാണെങ്കിൽ, കമ്പുകണ്ഠം നിന്നാവിം അലിമൽ പല്ലവോദരം ബൃഹൽ കടിതടശോണി കരപോരുദ്വയാന്വിതം ചാരുജാനുയുഗം ചാരുജംഘായുഗള സംയുതം തുംഗഗുൽഭാരുണമഹൗറാത ദീധിതിവിർവൃതം നവാങ്കുല്യങ്കുഷ്ടതളേർവിലസൽപാദപങ്കജം സുമഹാരഹമണിയുറാത കിരീടകടകാംഗദൈഃ കടിസൂത്ര ബ്രഹ്മസൂത്ര ഹാരനൂപുരകുണ്ഡലൈഃ രാജമാനം പത്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസം രാജൽ കൗസ്തുഭം വനമാലിനം സുനന്ദനന്ദപ്രമുഖൈഃ പാർഷദൈഃ സനകാദി യോഗീശ്വരന്മാരൊക്കെ ആ ഭഗവാനെ വെള്ളത്തിന്റെ അടിയിൽ നിന്നുകൊണ്ട് സ്തുതിക്കുന്നത് ആര് കണ്ടു? അക്രൂരൻ വെള്ളത്തിന്റെ അടിയിൽ കണ്ടു. പിന്നെ നോക്കിയപ്പോഴാണ് ആൾക്കാര് പറയുന്നത്, അക്രൂരന് ഭഗവാൻ ഒരു കണ്ണങ്ങൾ കൊടുത്തപ്പോ വെള്ളത്തിന്റെ അടിയിൽ എത്രയാ ആൾക്കാര്, സുനന്ദൻ നന്ദൻ മുതലായിരിക്കുന്ന പാർഷദന്മാര്, സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ മുതലായിരിക്കുന്ന ഭക്തശിരോമണികള്, ബ്രഹ്മരുദ്രാദീഹി സാക്ഷാൽ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത് കണ്ടു, ദേവേന്ദ്രൻ സ്തുതിക്കുന്നത് കണ്ടു, നവഭിഷ്ട ദ്വിജോത്തമൈഹി ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന അതിഗംഭീരന്മാരായിരിക്കുന്ന ഭക്തശിരോമണികളായിരിക്കുന്ന 9 പേര് ഭഗവാനെ സ്തുതിക്കുന്നത് കണ്ടു. പ്രഹ്ലാദനെ കണ്ടു, നാരദനെ കണ്ടു, വസു മുതലായവരെ കണ്ടു. ഇവരെല്ലാവരും പല പല ഭാവങ്ങളിൽ ആരെ സ്തുതിക്കുന്നതാ കണ്ടത്? ഈ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്നത് കണ്ടിട്ട് വിലോക്യ സുഹൃശം പ്രീതോ ഭക്തിയാപരമയായുധ ഹൃഷ്യത്തനോരോ ഭാവപരിക്ലിന്നാത്മലോചന. അക്രൂരൻ എഴുന്നേറ്റു. ആ വെള്ളത്തിൽ എഴുന്നേറ്റ് നേരെ തേരിന്റെ മുന്നിൽ പോയപ്പോ ഭഗവാന്റെ ലീലയായിരുന്നു ഇതെല്ലാം എന്ന് മനസ്സിലാക്കി. പിന്നെ അവിടെ നിന്ന് വളരെ വളരെ ഭക്തി പാരവശ്യത്തോടെയാണ് അക്രൂരൻ ആരെ സ്തുതിച്ചത്? ഭഗവാനെ സ്തുതിച്ചത്. ശ്രീമദ് ഭാഗവതത്തിലെ ഒരധ്യായം മുഴുവൻ വളരെ ഭക്തിയോടെ ആ അക്രൂരൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ആ സ്തുതിയൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും യാത്ര തുടർന്ന് ഇവിടെത്തി. ആദ്യ വൈകുന്നേരം ഒരു പൂരം പടയ ഇന്ന് ഗുരുവായൂരപ്പന്റെ കല്യാണമാണ് എന്ന് പറഞ്ഞത്. നാടായ നാട്ടിലുള്ള ആൾക്കാരൊക്കെ സ്വതവേ കുളിക്കൊന്നും പതിവില്ല. പക്ഷെ ഇന്ന് അമ്പലത്തിൽ പോവാൻ കുളിക്കാണ്ടിരിക്കാൻ വയ്യല്ലോ എന്നൊക്കെ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം കേമായിട്ട് കുളിച്ച് ഗംഭീരമായ വേഷമൊക്കെ കെട്ടി ഇന്ന് വൈകുന്നേരം കൂടി ആൾക്കാർ വരുന്നത് കാണാ. വൈകുന്നേരമായ കാണാ. കണ്ടോളൂ ഇവിടെ ആരൊക്കെയാ വൈകുന്നേരം വെക്കാൻ കണ്ടോളൂ. ഇവിടെ ഒരു സപ്താഹം നടക്കുന്നുണ്ട്, ഇവിടെ ഗുരുവായൂരപ്പനുണ്ട് എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളൊക്കെ അങ്ങനെ വരണതല്ലേ. എന്നാൽ മധുരാപുരിയിലേക്ക് ഭഗവാനും വരുന്നുണ്ട്, ബലരാമനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മധുരാപുരിയിലുള്ള ആൾക്കാർ മുഴുവനും അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവര് മുഴുവനും ഭഗവാനെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കൂ. എവിടേക്ക് വന്നു? മധുരാപുരിയിലെ വിശാലമായ രാജവീതിയിലേക്ക് വരിക. എന്തോരു തിരക്കാണ് അവിടെ. എൻ്റെ കൃഷ്ണ, എല്ലാവരും ഭഗവാനെ കാണാൻ വന്നിരിക്കുക. ഭഗവാൻ ആ തിരക്കിൽ കൂടെ നടന്നു തന്നെ പോണ സമയത്താണ് ആരെ കണ്ടത്? ഒരാളുണ്ട്, കഴുതപ്പുറത്ത് വരും. അപ്പൊ അമ്മാവനെ കാണാൻ പോയപ്പോ ആദ്യം കണ്ടത് ആരെയാ? കഴുത. അമ്മാവനെ കാണാനല്ലേ അങ്ങോട്ട് പോയത്. അമ്മാവന്റെ നാട്ടിലെത്തിയപ്പോ ആദ്യം തന്നെ എന്തിനാ കണ്ടത്? അത് കണ്ട ഒരു കഴുത. എന്താ ചെയ്യാൻ നോക്കിയ സമയത്ത് ആ കഴുതയുടെ പുറത്തുണ്ട് 2 കാലുടെ ഒരു കഴുത. 2 കാലുള്ള കഴുത ഉണ്ടാവോ? 2 കാലുള്ള കഴുത ഉണ്ടാവുക. അതാരാന്നറിയോ? ഈ കംസന്റെ തുണികളൊക്കെ അലക്കി കൊടുക്കുന്ന ഒരാൾ മുകളിൽ കയറിയിരിക്കേണ്ട 2 കാലേ ഉള്ളൂ. അപ്പൊ ഇരിക്കണത് കഴുതപ്പുറത്ത്, മുകളിൽ ഇരിക്കുന്ന ആളും അതേ സ്വഭാവ. വലിയൊരു കെട്ടുമുണ്ട് കയ്യിൽ. അപ്പൊ ഭഗവാൻ ചോദിച്ചു, അതെ ഈ വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുമോ ചോദിച്ചു.
അപ്പൊ അദ്ദേഹം ചൂടായി. ആ കൂട്ടിയപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? തൃണാവർത്തനോട് ചെയ്തു. തൃണാവർത്തനം എന്താ ചെയ്തത്? കെട്ടുപിടിക്കുക. ഈ ചില ആൾക്കാരെ കണ്ടാൽ ഭഗവാൻ കെട്ടുപിടിക്കാറുണ്ട്. അമരക്കന്മാരൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഭഗവാൻ എടുത്തൊന്ന് ബലരാമന് കൊടുത്തു, ഒന്ന് താനൊടുത്തു, ഉടലുള്ളവർക്കൊക്കെ കൊടുത്തു. എന്നിട്ടും കുറെ ബാക്കിയുണ്ട്. എന്നിട്ട് പറഞ്ഞത് എല്ലാവർക്കും രാജാവിന്റെ വസ്ത്രങ്ങൾ എന്റെ വക, വെറുതെ എല്ലാവർക്കും തരാം. അമ്മാവന്റെയാണ് ചെറിയ പരിമള വെറുതെ കൊടുത്തു. അമ്മാവൻ ഇന്നേ വരെ ഒരു മുണ്ട് പോലും ആർക്കും ചെയ്തിട്ടില്ല. ഈ കംസനെ ഇന്നേ വരെ ഒരു ജനാർദ്ദനൻ മുണ്ട് പോലും ആർക്കും കൊടുക്കാതെയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് വില പിടിച്ച വസ്ത്രങ്ങളൊക്കെ ആ കൂടിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തപ്പോ എല്ലാവർക്കും ഭഗവാനോട് വലിയ ഇഷ്ടമായി. ഇവർ ആദ്യമായിട്ട് കാണുക. ഇവരൊക്കെ മധുരയിലുള്ളവരൊക്കെ കൃഷ്ണൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ വസ്ത്രം കിട്ടിയപ്പോ ഭഗവാൻ തോന്നി ആരാ തുന്നിത്തര. നോക്കിയപ്പോ നിലത്തുണ്ട് ഒരാളിരുന്ന് അത് തുന്നണു. ആ തുന്നൽക്കാരൻ ഭഗവാനെ കണ്ടപ്പോ വേഗം എഴുന്നേറ്റു. തുന്നിത്തരോ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് തുന്നിത്തരാം. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് തുന്നൽക്കാരൻ ബലരാമനും കൃഷ്ണനും വസ്ത്രങ്ങളൊക്കെ തുന്നിക്കൊടുത്തപ്പോ ഭഗവാൻ നല്ലതുപോലെ കൈവച്ച് തുന്നൽക്കാരനെ അനുഗ്രഹിച്ചു. അപ്പൊ അങ്ങനെ നിഗ്രഹിക്കേണ്ടവരെ നിഗ്രഹിക്കുക, അനുഗ്രഹിക്കേണ്ടവരെ അനുഗ്രഹിക്കുക. കുറച്ചും കൂടി ഭഗവാൻ മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ മാല, ഇവിടെ കണ്ടില്ലേ ചില മാല കെട്ടുന്ന ആൾക്കാരൊക്കെ പോയി ഒറ്റതിനെ കാണാനില്ലേ. ഇവിടെ കുറെ മാല കെട്ടുകാരുണ്ടായിരുന്നു. ഇവിടെ മാല കെട്ടുന്ന കഥ കേട്ടിട്ടൊക്കെ പോയി ഒറ്റയാടി കാണാൻ. അവിടെ ഒരാൾ മാല കെട്ടുണ്ടായി. അവിടെ മാല കെട്ടുന്ന ആള് ഈ കൃഷ്ണനെ കണ്ടു, രാമനെ കണ്ടു. അപ്പോഴെന്ത് ചെയ്തു? നല്ല 1-ാം തരം 2 മാലയെടുത്ത് ഒരു മാല കൃഷ്ണന് ചാർത്തി, ഒരു മാല ബലരാമന് ചാർത്തി. ആ മാലയുടെ കഴുത്തിലിട്ട് കൃഷ്ണൻ പറയും, ഔ എന്തൊരു നല്ല മാല, ഔ അസല് മാല, നല്ല മാല. അപ്പൊ എന്ത് ചെയ്തു? ആ മാല കെട്ടിയാളുടെ തലയിൽ അത് കൈ വെച്ചു. ഭഗവാൻ കൈ വെച്ചു, അനുഗ്രഹിച്ചു. ബലരാമൻ പറഞ്ഞു എന്റെ വലിയ കണ്ടോ, ബലരാമന്റെ അനുഗ്രഹം കിട്ടി. എന്താ അവര് ഒരു മാല കൊടുത്തപ്പോഴേ ആ മാലാകാരന് ഒരുപാട് അനുഗ്രഹങ്ങള്. ഇതൊക്കെ കഴിഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കണേ. ഭഗവാൻ ആ മതയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് വളഞ്ഞു ഒരാൾ നടന്നു വരും. ഒരു പെണ്ണാണ് എന്താ വളഞ്ഞു വരുന്നത്. എന്താ അവള് നേരെ നിൽക്കാത്തത്? നോക്കിയപ്പോ ഇങ്ങനെ വളഞ്ഞു വരിക. ഭഗവാൻ നോക്കിയപ്പോഴേ അവളുടെ കയ്യിൽ എന്തുകൊണ്ട്? അപ്പൊ ഭഗവാൻ അടുത്ത് വന്നിട്ട് വിളിച്ചു. എന്താ ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഇതൊക്കെ കുറിക്കൂട്ടുകളാണ്. കുറിക്കൂട്ടുകൾ പറഞ്ഞാൽ എന്താ? ഈ കുറിയൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പഴയ കുറിയിടൊക്കെ ഈ കുറിക്കൂട്ടുകളൊക്കെ ഇവിടെ കയ്യിലുണ്ട്. ആ ഇവളോട് ഭഗവാൻ ചോദിച്ചു തരുമോ ചോദിച്ചു. അപ്പൊ അവള് പറയാ തരാണ്ടെയോ, നിങ്ങൾക്കല്ലാണ്ട് ആൾക്കാരും തരാം, ഇവിടെ ഇന്നപ്പടിച്ചു തരാം. അങ്ങനെ കൃഷ്ണനെ അവിടെ പിടിച്ചിരുത്തി, ബലരാമനെ അവിടെ പിടിച്ചിരുത്തി. ആരെ പോലെ? അക്രൂരനെ പോലെ. അക്രൂരൻ കണ്ടില്ലേ തേരിൽ ഇവിടെ ഇരിക്കണേ അങ്ങോട്ട് മാറി അങ്ങനെ പറഞ്ഞിട്ട് അക്രൂരൻ. രാമൻ ഇവിടെ ഇരിക്കുക, കൃഷ്ണൻ ഇവിടെ ഇരിക്കുക, ഞാൻ കുടി കഴിഞ്ഞ് വരണവരെ ഇവിടെ ഇരിക്കുക, അങ്ങോട്ട് മാറിയിരിക്കാൻ പാടില്ല, കൈ ഇവിടെ വെക്കും, ഇതുപോലെ വെക്കണമെന്ന് പറഞ്ഞു പോയതാണ്. ഇത് അതുപോലെ കണ്ടു നമ്മൾ അർത്ഥം കേട്ടില്ലേ? ഇതുപോലെ ഇപ്പോ ഇവിടെ എന്ത് പറഞ്ഞു? ബലരാമൻ ഇവിടെ ഇരിക്കും, ആരെങ്കിലും പറഞ്ഞാൽ ഈ ഭഗവാൻ കേൾക്കും. എന്നിട്ട് ഈ 3 വളവുള്ള ഈ സ്ത്രീ സാക്ഷാൽ നേരത്തെ ബലരാമനെ പറ്റി കേട്ടില്ലേ? അയ്യോ എന്താണ് ആയിരക്കണക്കിന് ഭടങ്ങള് വിസശ്വേതെന്നൊക്കെ പറഞ്ഞില്ലേ? ആ സാക്ഷാൽ അനന്തമൂർത്തിയോടാണ് ഈ പെൺകിടാവ് പറഞ്ഞത് പോയി ഇരിക്കൂ. ബലരാമൻ അതിനുവേണ്ടി ഇരുന്നു. അവിടെ ഇരിക്കൂ കൃഷ്ണ. അപ്പൊ കൃഷ്ണ അവിടെ ഇരുന്നു. എന്തൊരനുസരണയാണ്! രണ്ടാളെയും ആരെ കൊണ്ടൊക്കെ പറ്റൂ അറിയിച്ചു. അതുപോലെ എന്ത് ചെയ്തു? ദർശനേ ഫലം എന്നാണ്. ദർശനേ ഫലം. എന്നെ കണ്ടാൽ അതിന്റെ ഫലം ഞാൻ അപ്പോൾ തന്നെ തരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എനിക്ക് ഇങ്ങോട്ട് പൊടിക്കൂട്ടുകളൊക്കെ തന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഭഗവാൻ എഴുന്നേറ്റു. ഭഗവാൻ എഴുന്നേറ്റിട്ട് എന്ന് ശ്രദ്ധിച്ചോളെ, ഭഗവാൻ തന്റെ പാദം അവളുടെ പാദത്തിൽ മെല്ലെ വെച്ചു. എന്നിട്ട് പിൻഭാഗത്തു കൂടെ പദ്യാമാക്രമ്യ പ്രപദേ ദ്യങ്കുയുക്താനപാണിന പ്രഗൃഹ്യ ചുബുകേ അധ്യാത്മം ഉദനീനമതച്ചു. ചുബുകം എന്ന് പറഞ്ഞാൽ ചുബുകം ആടി. അപ്പൊ ഒരു കാലുകൊണ്ട് ഭഗവാൻ അവളുടെ കാല് രണ്ട് ചവിട്ടി വെച്ച് ഇടത്തെ കൈകൊണ്ട് അവളുടെ കൈയിങ്ങനെ പിന്നിൽ പിടിച്ച് അവളുടെ ചുബുകത്തിൽ താടിയുടെ താടി 3 കല്ല് വെച്ചിട്ട് ഭഗവാനോട് നോക്കി. ആൾക്കാരൊക്കെ നോക്കി നിൽക്കുക. ഇത്രയും ചെയ്തപ്പോഴേക്കും ഈ 3 വളവുള്ള ഈ പുറത്ത് വലിയൊരു കൂനുള്ള ഈ കൂനിപ്പെണ്ണ് ലോകൈക സുന്ദരിയായിട്ട് മാറി. കണ്ടവരൊക്കെ കണ്ണിങ്ങനെ അടച്ചും തുറന്നും നോക്കുക.
സ്വപ്നമാണോ അതല്ല യാഥാർത്ഥ്യമാണോ? അവളുടെ പുറത്തുള്ള കൂലും പോയി, അവൾ യോഗീക സുന്ദരിയായിട്ട് മാറി, വളവൊക്കെ തീർന്നു. അപ്പൊ ഗുരുവായൂരപ്പന്റെ മഹത്വം മനസ്സിലായില്ലേ? ഒന്ന് തൊട്ടാ മതി. നിങ്ങൾ ആരെങ്കിലും ഭഗവാൻ ഇവിടെ ഇങ്ങനെ വായന കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയില് ഇവിടുന്ന് ചാടി വന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് തൊട്ടാ മതി. അങ്ങനെ തൊടുന്നില്ല. അങ്ങനെ ഇപ്പൊ നിങ്ങളെല്ലാവരും തൊടുന്ന് വിചാരിച്ചിരിക്കുക, അതൊന്നുമില്ല. ആർക്കാണോ അവരെന്ത് കർമ്മമാണോ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ അതീവ ശ്രദ്ധയുണ്ടോ, അതീവ ഭക്തിയുണ്ടോ, നല്ല ശുദ്ധമായ മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭഗവത സ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളെയും തൊടുന്നതാണ്. ആ ഭഗവാന്റെ സ്പർശനത്തിന് വേണ്ടി കാത്തിരുന്നോളൂ. എന്താ ചെയ്യുന്നില്ല, ആൾക്കാരൊക്കെ അമ്പലം നോക്കി നിൽക്കുക. അപ്പൊ അവൾക്കൊരു മോഹം ഉണ്ട്, തനിക്ക് ഇത്രയും സൗന്ദര്യം തന്ന ഭഗവാനെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു പട്ടുണ്ട്, നീല നിറത്തിലൊരു പട്ട് ഇങ്ങനെ കുട്ടിട്ടിരിക്കുക. അപ്പൊ അവളായിരുന്നു ഇങ്ങനെ പിടിച്ചത്. ഇങ്ങനെ കൃഷ്ണന്റെ കഴുത്തിലുള്ള പട്ടിന്റെ മുകളിൽ നാട്ടുകാരൊക്കെ നോക്കി നിൽക്കെ ഇവിടെ പിടിച്ചു. എന്നിട്ട് ഞാൻ വലിയ ഭഗവാൻ മുന്നോട്ട് അൻപിയാണ്. ഇന്നേ വരെ ഈ പാവം കൃഷ്ണന്റെ ആരും തുണിട്ട് വെച്ചില്ല. ഗോപസ്ത്രീകളൊന്നും പിടിച്ചു വെച്ച് എത്ര ഗോപികമാരുണ്ടായിരുന്നു. രാസലീലാ മഹോത്സവം മുഴുവൻ കടന്നിട്ട് ഒരൊറ്റ ഗോപിക എന്ത് ചെയ്തില്ല, ആ കഴുത്തിലുള്ള നീലപ്പെട്ട് പിടിച്ചു വലിച്ചു. ഗുരുവായൂരപ്പനെ പിടിച്ചു വലിച്ചിട്ടില്ല. ഇത് നഗരത്തിലെ പെണ്ണ. ഈ നഗരത്തിലെ പെണ്ണ് എന്ത് ചെയ്തു? കുബ്ജാകൃഷ്ണാംബരധരോ, അവളാ കഴുത്തിലുള്ള നീലപ്പെട്ട് പിടിച്ചിട്ട് വെച്ചപ്പോഴേ കൃഷ്ണൻ രണ്ടടി മുന്നോട്ട് പോയി. എല്ലാമ നോക്കി നിൽക്കുക. എന്താണാവോ ഭാവം? ബലരാമ നോക്കി നിൽക്കാന്നല്ലാതെ ബലരാമന്റെ കഴുത്തിലുള്ള പട്ട ആരും വെച്ചില്ല, ആരും വെച്ചില്ല. അനന്തന എന്തെങ്ങനെയാ വെക്കുക? നല്ല ബോധമുണ്ട് ആർക്ക്? അതുകൊണ്ട് കൃഷ്ണന്റെ കഴുത്തിലല്ലേ ആ പട്ട് പിടിച്ചുകൊണ്ട് വലിച്ചു. കൃഷ്ണൻ മുന്നോട്ട് വന്നു. അപ്പൊ കൃഷ്ണൻ ചെവിയിൽ പറഞ്ഞു. എന്താ അവൾ പറഞ്ഞതെന്നറിയോ? എന്റെ വീടടുത്ത അങ്ങോട്ട് വരുമെന്ന്. അതിനപ്പൊ പിടിച്ചു വലിച്ചതേ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞ് അവളെ ഭഗവാൻ പറഞ്ഞേ. അവളെന്ത് ചെയ്തു? അവള് ഭഗവാനെ തന്നെ അങ്ങനെ നോക്കി നിന്നു. എന്നിട്ടാണ് ഭഗവാൻ പിന്നെ അവിടുന്ന് വീണ്ടും ആലോചിച്ചു, എങ്ങനെയാണ് അമ്മാവനെ കൊല്ലുക. അതിനല്ലേ ഇപ്പം വന്നത്. ഈ അമ്മാവനെ കൊല്ലാൻ വന്നതിനിടയ്ക്ക് ഇപ്പൊ എന്തൊക്കെ ലീലകളാണ് ആരും നോക്കൂ. ഞാൻ കുറച്ചേ പറഞ്ഞുള്ളൂ, അമ്മാവനെ കൊല്ലാനാണ് പോണത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ നിമിഷവും ഭഗവാൻ എത്ര ലീലകളാണ് ആകണതല്ലേ. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഭഗവാൻ കടന്നുറങ്ങുമോ എനിക്ക് അറിയില്ല. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. എന്നിട്ട് വേഷമൊക്കെ കെട്ടി വഴിയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ആന. എന്താ ഒരു വീട്, ഒന്നും അതിന്റെ വീട് എന്താ കുവലയാ വീട്. അത് തന്നെ. അങ്ങനെ ആ കുവല ആരോ ചോദിച്ചു, ഭഗവാൻ ചോദിച്ചു, എന്താ അതിന്റെ പേര് പിടിക്കണ്ടേ? ആനയ്ക്ക് പേരുണ്ടാവുമല്ലോ. ആനയുടെ പേര് ചോദിച്ചപ്പോ ആരോ പറഞ്ഞു കുവലയാ വീടും. ആയിക്കോട്ടെ. അങ്ങനെ ഭഗവാൻ ആ കുവലയാ വീടത്തിനൊക്കെ യുദ്ധം ചെയ്ത് ആനയുടെ കഥ കഴിച്ചു. അപ്പൊ ഭഗവാന് നല്ല കൊമ്പ് കിട്ടി, ആനക്കൊമ്പ്. ആനക്കൊമ്പ് ഒന്ന് ബലരാമൻ തോളിൽ വെച്ചു, ഒരാനക്കൊമ്പ് ഭഗവാൻ തോളിൽ വെച്ചു. അതാ വരുന്നത്. ആനക്കൊമ്പ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അതെന്നെ വെച്ചു. എന്താ വരവ് നോക്കൂ, കണ്ടില്ലേ? അതാ ആനക്കൊമ്പ് ഇല്ലാണ്ട് വന്നിട്ട് നല്ല ഭംഗിയില്ല. അപ്പൊ ആനക്കൊമ്പും വെച്ച് രണ്ടത്തിന് ഭംഗിയില്ല. ആനക്കൊമ്പും തോളിൽ വെച്ച് വരണ സമയത്ത് ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു, ധ്യാനിക്കേണ്ടവർക്കൊക്കെ ധ്യാനിക്കാം, നമസ്കരിക്കേണ്ടവർക്കൊക്കെ നമസ്കരിക്കാം. ഇതുപോലെ ഒരു രൂപം ഇനി ഗുരുവായൂരപ്പനില്ല എന്നും പറഞ്ഞ് ശ്രീശുബ്രഹ്മർഷി ഗംഭീരമായിട്ട് ആരെ വർണ്ണിച്ചു. ആനക്കൊമ്പും തോളിൽ വെച്ച് വരുന്ന കൃഷ്ണനെ അതിഗംഭീരമായിട്ട് വർണ്ണിച്ച് ആർക്ക് പറഞ്ഞു കൊടുത്തു? പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്കത് കേൾക്കണോ അതല്ല ചായ കുടിക്കാൻ പോണോ? ഉത്തരം പറഞ്ഞോളൂ. അവർ ചായ കുടിക്കണ്ട. ചായയൊക്കെ പിന്നെ കുടിക്ക, കേട്ടോളൂ. ഒന്ന് ബലദേവൻ ആരാണ്? സാക്ഷാൽ ബലദേവനായിരിക്കുന്ന ബലരാമനാണ്. നല്ല വെളുത്ത നിറം,
ആ വെളുവെളുത്ത നിറമുള്ള ബലരാമൻ നല്ല ഒന്നാം തരം നീലപ്പെട്ട് അരയിൽ അണിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മഞ്ഞപ്പെട്ട് തോളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മഞ്ഞപ്പെട്ടിന്റെ മുകളിൽ ഈ ചില സാധനമൊക്കെ കണ്ടില്ലേ, കനുള്ളതൊക്കെ വിൽക്കുമ്പോ ചില ആൾക്കാർ തലയിലൊക്കെ കനുള്ളത് വിൽക്കുമ്പോ കണ്ടില്ലേ, തലയിൽ ഒരു തുണിയിട് വെക്കും. എന്നിട്ടോ തുണിയിട് വെച്ചിട്ട് അതിന്റെ മുകളിൽ ആ കനുള്ളത് വെക്കുക. ബലരാമൻ എന്ത് ചെയ്തു എന്നറിയാം, ഇവിടെ വെക്കാൻ പോവുക, എന്ത് ആനക്കൊമ്പ് വെക്കാൻ പോവുക, കാളക്കൊമ്പല്ല. എന്താ ആനക്കൊമ്പിന്റെ വലിപ്പം, ആ ആനക്കൊമ്പ് ഇവിടെ വെക്കാൻ വേണ്ടി ബലരാമൻ ഇവിടെ ഇട്ടിരിക്കുന്ന ആ പട്ട് നേരെ വെക്കട്ടെ. എന്നിട്ട് നേരെയാക്കി ഇവിടെ അങ്ങനെ വെച്ചു. അപ്പൊ എന്താ, തോടിന് വേദനയാവില്ല. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ആ വലിയൊരു ആനക്കൊമ്പെടുത്തിട്ട് ബലരാമന്റെ തോടിനവിടെ വെച്ചു. ഇപ്പൊ എന്താ, അല്ലെങ്കിൽ തന്നെ ബലരാമനെ കാണാൻ എന്താ രസം. ഇപ്പോ ആനക്കൊമ്പ് തോളിൽ വെച്ച ബലരാമനെ കണ്ട സമയത്ത് ശ്രീകൃഷ്ണൻ കുറച്ചുകൂടെ മാറി നിന്നോട്ടെ. ഗുരുവായൂരപ്പൻ ലേശകാല മാറി നിന്നിട്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ബലരാമൻ പറഞ്ഞിട്ടുണ്ട്, നല്ല 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 രംഗങ്ങളൊക്കെ ഓർത്തു വെക്കണേ. ഈ കൃഷ്ണാവതാരത്തിലെ നല്ല 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 രംഗങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് നമുക്ക് ലീലകളൊക്കെ കഴിഞ്ഞ് പാലാടി പോയി ഞാൻ പിന്നെ കിടക്കിയാവില്ലേ. കേമായിട്ടുണ്ട് അങ്ങയുടെ ഈ നിൽപ്പ് കാണാൻ. അതുകൊണ്ട് ബലരാമൻ ഭഗവാനെ നോക്കിയപ്പോ ഭഗവാനെ കാണാനും ആനയുടെ ഒരു കൊമ്പ് ഭഗവാനാണ് വെച്ചിരിക്കുന്നത്. രണ്ടുപേരും എന്ത് ചെയ്തു കേട്ടോ, രംഗം വിവിശതോരാജൻ. ആനക്കൊമ്പാകുന്ന രണ്ട് ആയുധങ്ങൾ കൃഷ്ണനും രാമനും തോളിൽ വെച്ചങ്ങനെ വരുമ്പോ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു, തൊഴാൻ ആഗ്രഹമുള്ള ഭക്തന്മാർക്കൊക്കെ തൊഴാം, നമസ്കരിക്കാൻ എന്ത് വേണമെങ്കിലും. ശാസ്ത അവിടെ കംസന്റെ കൂടെയുള്ള ചില അസത്തുക്കളായ കുറെ രാജാക്കന്മാരുണ്ട്. അവർക്കൊക്കെ തോന്നി ഞങ്ങളെ ശാസിക്കാൻ വേണ്ടി ഞങ്ങളെ ഒരു വകയാക്കുക എന്ന് പറയില്ലേ നമ്മള്, കംസന്റെ കൂടെ തന്നെ വേണ്ടി വന്നാൽ ഞങ്ങളെയൊക്കെ ഒരു വകയാക്കാൻ വേണ്ടിയുള്ള സാക്ഷാൽ ശാസ്താവാണെന്ന് അവർക്ക് തോന്നി. പിത്രോഹോ ശിശു, അച്ഛനമ്മമാര് നോക്കി നിൽക്കണ്ട്. 10-12 കൊല്ലം കഴിഞ്ഞിട്ടാ കാണുന്നതല്ലേ. അന്ന് ശിശുവായിട്ട് കണ്ടതാ, നമ്മൾ കേട്ടില്ലേ അന്ന് എന്ത് ഭഗവാൻ ഒരു ശിശുവായിട്ട് നിന്നോ എന്ന് കേട്ടില്ലേ, പിന്നെ കണ്ടില്ല. അന്ന് അവിടെ കാരാഗ്രഹത്തിൽ കണ്ട ആ ശിശുവായിട്ട് ആർക്ക് തോന്നി, സ്വപിത്രോഹോ അച്ഛനമ്മമാർക്ക് തോന്നി. ഒന്നും അറിയാത്ത എത്ര പേരാ അവിടെ അവർക്ക് തോന്നി ഇത് സാക്ഷാൽ നേരം പണ്ടാരോ പറഞ്ഞോണം മടിയൻ ചാവാറായി എന്നല്ല, പിന്നെയോ മണിയൻ ചാവാറായി എന്നല്ല, മണി 5 മണിയൻ ചാവാറായി എന്ന വേഗം പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചായ പോകൾക്ക് വേഗം വന്നോളൂ. എന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, താലപ്പൊലിക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട്, പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എത്രയും പെട്ടെന്ന് വേഗം ചായ കഴിച്ചിട്ട് വേഗം വരും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ. എഴുന്നേറ്റോളൂ, പെട്ടെന്ന് വരണേ. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ താലപ്പൊലിക്ക് വേണ്ടി ഒരുക്കുന്നതൊക്കെ ചെയ്യണേ. വലിയ താമസമില്ലാതെ നമ്മൾ ഭഗവാന്റെ വിവാഹ മഹോത്സവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ താലപ്പൊലി എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആ താലപ്പൊലിക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യുക. ഘോഷയാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്യണം എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. അധികം ദൂരത്തേക്ക് പോകാതെ ഒരു സമീപമായ ഒരു സ്ഥലത്തുനിന്ന് മതി നിങ്ങളുടെ ആ ഘോഷയാത്ര തുടർന്നത് എന്നുകൂടി അറിയിക്കണം. നാരായണ 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 നാരായണ